ഇതിൽ എൻ്റെ പേര് പരാമർശിച്ചിട്ട് ഈ 10 പേജിലും പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. ഈ ബുക്ക് കയ്യിൽ വെച്ചിട്ട് ഞാൻ കരഞ്ഞു. എനിക്ക് ദൈവം തന്നെ ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതിയത്. ഞാൻ ഇപ്പോൾ ഈ സദസ്സിൽ പറയുമ്പോൾ തന്നെ ആർക്കെല്ലാം അറിയാം ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് കളിച്ച ഒരു വ്യക്തി ഈ നാട്ടിലുണ്ടെന്നുള്ള കാര്യം, തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1981 സെക്കൻഡ് വേൾഡ് കപ്പ് തൈവാനിൽ നടത്തപ്പെട്ടപ്പോൾ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഏക മലയാളി. ഫോർത്ത് ഏഷ്യൻ കപ്പ് ഹോങ്കോങ്ങിൽ നടത്തപ്പെട്ടപ്പോഴും പങ്കെടുത്ത ഏക മലയാളി. അർജന്റീനയ്ക്കെതിരെ തായ്ലൻഡിലെ ഒരു പ്രദർശന മത്സരം കളിക്കുവാനുള്ള ഒരു അവസരവും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് 81 ഈ കാര്യങ്ങൾ, ഈ അച്ചീവ്മെന്റ്സ് എല്ലാം ഞാൻ നേടിയെടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വെച്ച് നേടിയത് KSRTC ഒരു ജോലി. അത് കഴിഞ്ഞിട്ട് 82-83 എനിക്ക് GV രാജ് അവാർഡ് വന്നു, കേരളത്തിലെ പരമോന്നത ബഹുമതി. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. എനിക്കൊരു ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ഇത്രയും വലിയൊരു അവാർഡ് കിട്ടുമെന്നോ ഉള്ള ഒരു പ്രതീക്ഷയിലല്ല ഞാൻ അതിൽ ചെന്ന് പങ്കെടുത്തത്. അതായത് വലിയതുറ കടപ്പുറം തീരദേശ മേഖലയിലാണ് ഈ വനിതാ ഫുട്ബോൾ ആദ്യമായിട്ട് ആവിർഭവിക്കുന്നത്. എൻ്റെ വീട്ടിൽ വളരെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ 8 പേര്, 5 പെണ്ണും 3 ആണും. അപ്പോൾ എന്നിരുന്നാൽ പോലും വളരെ ദാരിദ്ര്യപ്പെട്ട വീടാണെങ്കിൽ പോലും സ്ത്രീകൾ, പെൺകുട്ടികൾ വെളിയിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ വളരെയധികം ഷാഠ്യക്കാരനായിരുന്നു, പോകാൻ പാടില്ല എന്ന്. പക്ഷെ ആ വലിയൊരു കടപ്പുറത്ത് ഞാൻ ചെന്ന് ആൺകുട്ടികൾ കളിക്കുന്ന കളി കാണുമ്പോൾ പുറത്തിരുന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കൂടെ കൂട്ടിന് പോകുന്നതാണ്. അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മ ഞാനൊന്ന് പൊക്കോട്ടെ. നമ്മ പറയും നീ അവിടെ പോയി കളിക്കാനെന്ന് പറയുന്നത്. ശരി. ആ ചേച്ചി പറയും വാ എൻ്റെ കൂടെ കൂട്ടുവാ. AGS ഓഫീസിലായിരുന്നു ആ ചേച്ചിയുടെ അമ്മയ്ക്ക് ജോലി. അപ്പോൾ രാഘവൻ നായർ സാർ എന്ന് പറയുന്ന സാറായിരുന്നു അന്ന് അവിടുത്തെ കോച്ച് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ബോയ്സിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ തട്ടുന്ന ആ രീതിയും കാര്യങ്ങളും കണ്ടിട്ട് ആ വലിയൊരു ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് അനിയച്ചൻ എന്ന് പറയും, അദ്ദേഹം എൻ്റെ വീട് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങി കളിച്ചൂടെ, എന്താ കുട്ടി നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴെല്ലാം മടിച്ച് നിന്നിട്ട് എൻ്റെ വീട്ടിൽ എന്നെ വഴക്ക് പറയും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം എൻ്റെ വീട് കണ്ടുപിടിച്ചു, വീട്ടിൽ വന്ന് പറഞ്ഞു, എൻ്റെ ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ എന്നോട് വിളിച്ച് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഇല്ല, ഞാൻ കളിക്കാനല്ല പോകുന്നത്, ഞാൻ ചേച്ചിയുടെ കൂടെ കൂട്ടിനാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇല്ല മോളെ നീ പോകണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രദറിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് പുലരുവോളം ഞാൻ കാത്തിരുന്നു എനിക്ക് ആ ഗ്രൗണ്ടിലെത്താൻ. പിന്നെയുള്ള എൻ്റെ ഓരോ നീക്കങ്ങളും മഴയോ വെയിലോ എന്നുള്ള ആ ഒന്നും ഞാൻ കണക്ക് കൂട്ടാതെ ആ പ്രദേശത്ത് ചെന്ന് ഞാൻ കളിച്ചു. ഞാൻ ഇപ്പോൾ ഈ സദസ്സിൽ പറയുമ്പോൾ തന്നെ ആർക്കെല്ലാം അറിയാം ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് കളിച്ച ഒരു വ്യക്തി ഈ നാട്ടിലുണ്ടെന്നുള്ള കാര്യം, തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. പക്ഷേ ഉണ്ട്. ആണുങ്ങളെ വെല്ലുന്ന രീതിയിലാണ് കളികൾ നടക്കുന്നത് വനിതാ ഫുട്ബോളിന്റെ. ഇപ്പൊ തന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന പല കാര്യങ്ങൾ. അണ്ടർ 17 വനിതാ വേൾഡ് കപ്പ് ഭുവനേശ്വറിൽ നടന്നു. ആരിറങ്ങി? നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒന്നും അത്രയും വലിപ്പം അതിന് ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ 2023 സിഡ്നിയില് സീനിയർ വനിതാ ഫുട്ബോൾ നടന്നു. അന്ന് പറയുന്നുണ്ട് എന്താണ് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് ഏതെങ്കിലും കുറച്ച് ഒരു ഭാഗം കാണിക്കും. എന്നാൽ ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിച്ചിരുന്നു അണ്ടർ 17 നടക്കുമ്പോഴെങ്കിലും അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഏതെങ്കിലും ഇവിടുത്തെ പ്രമുഖ മീഡിയാസ് ആരെങ്കിലും ഒന്ന് കാണിക്കും എന്ന് ഞാൻ കരുതി. വളരെ ആഗ്രഹത്തോട് ഇരുന്നു. പക്ഷെ അതൊന്നും വന്നില്ല. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രയായിരുന്നു എന്ന് അതിൽ നിന്നും എനിക്ക് വ്യക്തമാക്കാൻ പറ്റി. എത്രമാത്രം ഫുട്ബോളിന് ഇപ്പം എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ISL പോലുള്ള മത്സരങ്ങൾ വന്നപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയധികം പ്രാധാന്യം വന്നത്. അതിനു മുമ്പ് ഫുട്ബോളിന് മലപ്പുറവും കോഴിക്കോടും ആ പ്രദേശങ്ങളിലായിരുന്നു വനിതാ ഫുട്ബോൾ ബോയ്സിൻ്റെ തോന്നുകയും അതിലൊരു എക്സിബിഷൻ മാച്ച് കളിക്കുകയും അങ്ങനെയൊക്കെ. പക്ഷേ നമ്മുടെ ഈ വനിതാ ഫുട്ബോളിൻ്റെ കളി നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഇപ്പം തന്നെ നമ്മളെ ഈ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളികൾ കാണാൻ പറ്റുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഇവിടെ തന്നെ പല നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. 2014 നമ്മുടെ KP രാഹുൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് എൻ്റെ പുറലോകം അറിയുന്നത്. ആ സമയത്ത് ചങ്ങുമുഖം കടപ്പുറത്ത്
പെൺകുട്ടികൾക്കൊരു പെനാൽറ്റി ഷൂട്ടൗട്ടും ആണുങ്ങൾക്കൊരു പ്രദർശന മത്സരവും കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ ഞാൻ ആ പെനാൽറ്റി ഷൂട്ടൗട്ട് ചെയ്ത സമയത്ത് 4 ഗോളായി. അത് ആ പട്യാലയിലും ലക്നൌവിലും ഒക്കെ കിട്ടിയ ആ കോച്ചിങ് ക്യാമ്പിൻ്റെ ആ ഒരു ഇതെൻ്റെ മനസ്സിനകത്ത് ഉറങ്ങി കിടന്നതുകൊണ്ടായിരിക്കാം അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അന്നത്തെ പത്രങ്ങളും മാധ്യമങ്ങളും കുറേ യൂട്യൂബ് ചാനലുകളും എല്ലാം എൻ്റെ വീട്ടിൽ വരികയും എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇപ്പോൾ അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയുന്നത്, ഈ രണ്ട് മാസങ്ങൾക്ക് മുന്നിൽ എൻ്റെ വീട്ടിൽ ഓസ്ട്രേലിയയിൽ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന ഒരു കുട്ടി ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി സനത് പി തോമസ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് എൻ്റെ നമ്പർ കൊടുക്കുകയും ആ കുട്ടി അത് വന്ന് എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം എന്നോട് വിളിച്ച് പറഞ്ഞു, മാമിനെ കുറിച്ചൊരു പുസ്തകം നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. 7 വർഷം കഴിഞ്ഞിരിക്കുക. കഴിഞ്ഞ മാസം 3-ാം തീയതി ഈ പുസ്തകം ആ കുട്ടി എനിക്ക് ആ ഫയലിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ തയ്യാറാക്കിയ ഒരു പുസ്തകം മീൻസ് അതൊരു കഥ ബുക്കാണ്. എങ്കിലും ഞാനത് കാണിക്കുന്നത് ഇതാണ് പുസ്തകം. ഈ പുസ്തകം എനിക്ക് കഴിഞ്ഞ മാസം 7 വർഷങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങിയ ഒരു പുസ്തകം എൻ്റെ കൈവശം കിട്ടുന്നത് ഇപ്പോഴും. ഇതിനകത്ത് പ്രഗത്ഭരായ ആൾക്കാരുടെ അവരുടെ ഇതിൽ എൻ്റെ പേര് പരാമർശിച്ചിട്ട് ഒരു 10 പേജിൽ സെൽഫ് അസസ്മെൻറ്റും കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ എൻ്റെ പേര് പരാമർശിച്ചിട്ട് ഈ 10 പേജിലും പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. ഈ ബുക്ക് കയ്യിൽ വെച്ചിട്ട് ഞാൻ കരഞ്ഞു. എനിക്ക് ദൈവം തന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതിയത്. പിന്നെ 1991 ഫിഫ വനിതാ ഫുട്ബോൾ അംഗീകരിക്കപ്പെടുന്നത്. അതിനു മുന്നിലും ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തപ്പെട്ടിരുന്നു എന്നുള്ളത് ആരറിയുന്നു? എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല ഞാൻ ഇത്രയൊക്കെ നേട്ടങ്ങൾ നേടിയെങ്കിലും അവർക്കറിയില്ല ഞാൻ എന്താ നേടിയതെന്ന്. ഫസ്റ്റിൽ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് തൈവാനിൽ പോകുന്നതിനായി ഫ്ലൈറ്റ് കയറിയിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. അന്ന് മുഴുവനും ഞാൻ കരച്ചിലായിരുന്നു. ഇപ്പം ഓരോ കുട്ടികൾക്കും 1-2 ബോൾ കിട്ടാറുണ്ട്. അന്ന് ഒരു ബോളിൻ്റെ പുറകെയാണ്. ഒരു ബോൾ അത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ തുണി നിറയ്ക്കും, ഇല്ലെങ്കിൽ വേറെ തുണി കെട്ടി വെച്ചിട്ട് എങ്ങനെയെങ്കിലും അടിക്കാൻ ആ മണൽ, ആ വലിയതുറ കടപ്പുറത്തുള്ള മണൽ